ഇടുക്കിയിലെ മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ വൈകിയാൽ മലയോര ജനത സമരമുഖത്ത് സജീവമാകണമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. മനുഷ്യനിർമ്മിത ദുരന്തഭൂമിയായി കേരളം മാറാതിരിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ 21ാം വാർഷിക സമ്മേളനം വാഴത്തോപ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ചില തൽപരവ്യക്തികളുടെ തീവ്ര നിലപാട് കൊണ്ട് ജനങ്ങൾക്കിവിടെ സ്വാഭാവികമായിട്ട് ജീവിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥാവിശേഷം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശം മുഴുവൻ തന്നെ ഈ നമ്മുടെ രൂപതയുടെ അതിർത്തികൾ മുഴുവൻ തന്നെ പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് പരിഗണിക്കുന്ന ജനങ്ങൾക്ക് മാന്യമായും ആത്മാഭിമാനത്തോടു കൂടിയും ഈ പിറന്ന മണ്ണിൽ ജീവിക്കണം. അതിനുവേണ്ടി കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജം പ്രാപിക്കുകയും ക്രിയാത്മകമായ സാമൂഹിക ഇടപെടലുകളിലൂടെ നമ്മുടെ രൂപതയുടെ ശബ്ദമായിട്ട് തീരുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭ ഇടുക്കിയിൽ നിലകൊള്ളുന്നത് അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല. കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ള യഥാർത്ഥ വസ്തുതകളും കേരളത്തിലെ ജനങ്ങളുടെയും അധികാരികളുടെയും നീതിപീഠങ്ങളുടെയും യഥാവിധി ബോധ്യപ്പെടുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കുവാനുള്ള ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രവർത്തന മാർഗരേഖ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ജോസുകുട്ടി ഒഴികയിൽ പ്രകാശനം ചെയ്തു. ഈ വർഷത്തെ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട സായാഹ്ന സമുദായ സംഗമി ലാവോസ് 2024 എന്ന പേരിൽ അഭിവന്യ പിതാവ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പ്രഥമ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം, സംസ്ഥാന നാടക പുരസ്കാര ജേതാവ് KC ജോർജ് കട്ടപ്പന, ബാലസാഹിത്യ പുരസ്കാരം ബാലസാഹിത്യകാരി ഇവാന സതീഷ്, മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. അമ്മയോടൊപ്പം എൻഡോമെന്റിന് അർഹയായ ലിസി ബേബി കല്ലുചേൽ, KCYM സംസ്ഥാന സെക്രട്ടറി മരിറ്റ തോമസ്, SMYM സംസ്ഥാന ഭാരവാഹികളായി രൂപതയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അലക്സ് തോമസ്, അനു മരിയ എന്നിവർക്ക് ആദരവുകൾ അർപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ഡയറക്ടർ ഫാദർ ജോസഫ് പാലക്കുടിയിൽ, മുൻ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവകം, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ലിസ ട്രീസ സെബാസ്റ്റ്യൻ, സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുഴിയിൽ, KCYM രൂപതാ പ്രസിഡന്റ് ജെറിൻ ജെ പട്ടാങ്കുളം എന്നിവർ സംസാരിച്ചു.